പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് തിരുമുമ്പിൽ ഇരുന്ന ആ ലാവണ്യം നിറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടെ കേൾപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന് നിരന്തരമായി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. കഴിഞ്ഞ 3 പ്രാവശ്യങ്ങളിലായിട്ട് റോമാലേഖനത്തെ അടിസ്ഥാനമാക്കി വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട കടമകളെക്കുറിച്ച് 6 കൂട്ടം കാര്യങ്ങൾ വിശദമായി എണ്ണി അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചത് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിങ്ങളതൊന്നും മറന്നുപോയിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. അതൊന്നും വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. ഇന്ന് വീണ്ടും ചേർന്നിരിക്കുമ്പോൾ 7ാമത്തെ കടമയെക്കുറിച്ച് നിങ്ങളുമായിട്ട് വേഗത്തിൽ പങ്കിടുവാൻ ഇച്ഛിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 7ാമത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്, നീതീകരണം പ്രാപിച്ച ഒരു ദൈവവൈതലിന്, യേശുക്രിസ്തുവിലായി തീർന്ന ഒരു ദൈവവൈതലിന് ഉള്ള കടമ അത് തൻ്റെ അയൽക്കാരോടുള്ള കടമയാണ്. അയൽക്കാരോടുള്ള കടമയെക്കുറിച്ച് അപ്പോസ്തലൻ എഴുതുന്നത് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 14 വരെ തിരുവചനങ്ങളിലാണ്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. പ്രിയപ്പെട്ടവരെ, ആർക്കും ഒരു ദോഷവും ചെയ്യരുതെന്ന്. ഈ ദോഷം പ്രവർത്തിക്കുന്നത് സത്യത്തിൽ നമ്മുടെ മേലൊരു കടമായി വരും. ആരെയും ഉപദ്രവിക്കരുത്, ആരുടെയും ഒന്നും മോഹിക്കരുത്, ആരുടേതും ഒന്നും കവർന്നെടുക്കരുത്, മറ്റൊരാളോട് തിന്മ പ്രവർത്തിക്കരുത്, മറ്റൊരാളുടെ സ്വത്ത് മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ മുതലോ അന്യൻ്റെ പങ്കാളിയെയോ ആഗ്രഹിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മേൽ കടമായിട്ട് വരും. ഓർക്കുക, മറ്റൊരാൾക്ക് അർഹതപ്പെട്ട വല്ലതും അന്യായമായി ഞാൻ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നുവെങ്കിൽ ആ ആളുമായി എനിക്കൊരു കടമുണ്ട്. മറ്റൊരാൾക്ക് കൊടുപ്പാൻ ഞാൻ കടപ്പെട്ട ഒരു സംഗതി കൊടുക്കാതെ ഞാൻ കൈവശം വച്ചിരിക്കുന്നുവെങ്കിൽ ആ ആളുമായിട്ട് എനിക്കൊരു കടമുണ്ട്. മറ്റൊരാളുടെ മാത്രം അവകാശത്തിൽപ്പെട്ട വല്ലതും ഞാൻ എൻ്റെ അവകാശമായി അനുഭവിച്ചുവെങ്കിൽ ആ ആളുടെ മേൽ എനിക്കൊരു കടമുണ്ട്. അപ്പോസ്തലൻ പറയുന്നത് വളരെ വ്യക്തതയോടെയാണ്. ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. സ്നേഹിക്കുക മാത്രം ചെയ്യുക. വ്യഭിചാരം ചെയ്യുന്നവരൊരു കടം വരുത്തി വയ്ക്കുന്നുണ്ട്. ആരോടാണോ ചെയ്തത് ആ വ്യക്തിയുടെ മേലൊരു കടം വരികയാണ്. മറ്റൊരാൾക്ക് അവകാശപ്പെട്ട ആളോടാണ് വ്യഭിചാരം ചെയ്തതെങ്കിൽ ആ ആളോടും കടം വരുത്തി വയ്ക്കുകയാണ്. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി ഏർപ്പെടുന്നതായ പാപം ദൂരവ്യാപകമായ ദോഷമാണ് ഉളവാക്കുന്നത്. വിട്ടാനാകാത്ത ഒരു കടമായി അത് തീരുകയാണ്. കൊലപാതകം ചെയ്യുമ്പോൾ ഒരു വലിയ കടം വരുന്നുണ്ട്. കൊല ചെയ്തവനോട് അവൻ്റെ പ്രാണൻ്റെ കടം, ഈ കൊല ചെയ്യപ്പെട്ടവൻ്റെ ആളുകളോട് അവൻ നഷ്ടപ്പെട്ടതിൻ്റെ കടം. പ്രിയപ്പെട്ടവരെ, ഇത് ചെറുതല്ലാത്ത കടമാണ്. ഒരു വ്യക്തി ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ഒരു കുടുംബം അനാഥമാകും. ഈ വ്യക്തി മൂലം ആ കുടുംബം സന്ധരിക്കപ്പെടേണ്ടതായിരുന്നു. ആ വ്യക്തിയുടെ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ച, അവർക്ക് സംഭവിക്കുന്ന പരാജയം, അവർക്ക് സംഭവിക്കുന്ന സാമ്പത്തികമായ തകർച്ച, അവർക്ക് സംഭവിക്കുന്നതായ മാനസികാഘാതത്തിന് എല്ലാം ഇവിടെ കടമായി അത് കുന്നുകൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറഞ്ഞത് ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. വീട്ടാൻ കഴിയില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, മോഷ്ടിക്കുമ്പോൾ ആർക്കർഹതപ്പെട്ടതാണോ മോഷ്ടിച്ചത് ആ ആളുമായിട്ടൊരു കടം വരികയാണ്. അവൻ അറിഞ്ഞിട്ട് പോലും കാണില്ല. പക്ഷേ ഈ സ്വത്ത് നഷ്ടപ്പെട്ടത് മുഖാന്തരം ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയെങ്കിൽ ആ കടം ആര് വീട്ടും? ഈ മോഷ്ടിച്ചെടുത്ത മുതൽ മുഖാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്താഴം മുടങ്ങിയെങ്കിൽ കടം ആര് വീട്ടും? മോഷ്ടാവ് മോഷ്ടിച്ചെടുത്ത ഒരു വസ്തു മുഖാന്തരം
ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ താറുമാറായിപ്പോയെങ്കിൽ ആ കടമാര് വീട്ടും. വീട്ടാനാകാത്ത കടമായി അത് മാറും. അതുകൊണ്ടാണ് പറഞ്ഞത് മോഷ്ടിക്കരുത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, മോഹിക്കരുത്. മോഹിക്കുമ്പോഴും ഒരു കടം വരുന്നുണ്ട്. മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് എൻ്റേതായി തീർന്നെങ്കിലെന്ന് ഞാൻ മോഹിക്കുമ്പോൾ അനർഹമായ മോഹം എന്നിൽ കടം വരുത്തി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്ന വ്യാഖ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തെ നല്ലവണ്ണം പരിശോധിപ്പാൻ നമുക്കിട വരുത്തണം. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുക. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ആർക്കും അർഹതപ്പെട്ടതൊന്നും ഒരളവിലും സ്വന്തമാക്കരുത്. അത് ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. ആരോടും ഒന്നും കടം പെട്ടിരിക്കരുത്. എല്ലാ കൽപ്പനകളും സ്നേഹമെന്ന ഏക കൽപ്പനയിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ആരോടും ഒരു ദോഷവും പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മുടെ സ്നേഹം നാം പ്രകടമാക്കണം. ഇതിങ്ങനെ ചെയ്യാൻ കാരണം, ഈ രീതിയിൽ നാം ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം, ഇതിൻ്റെ അനിവാര്യത എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലൻ തുടർന്ന് പറയുകയാണ്, ഇത് ചെയ്യേണ്ടത്, ഈ കടം പെട്ടിരിക്കാതെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്, പരസ്പര സ്നേഹത്തിലൂടെ ജീവിതത്തിന് പുതിയ മാനം കൈവരിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ നാം ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെക്കുറിച്ച് അറിയാൽ തന്നെ വേണം. നാം കടം പെട്ടിരുന്നിട്ട് കടം വീട്ടാൻ അവസരം കിട്ടാതെ പോയാലോ, സമയം നമുക്ക് മുമ്പിൽ വളരെ കുറവാണ്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഒരുപാട് സമയം ബാക്കിയില്ല. നാം വളരെ ജാഗ്രതയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. കഴിയാറായ രാത്രി ഏതാണ്? ഉദിക്കാറായ സൂര്യൻ ഏതാണ്? കഴിയാറായ രാത്രി പാപത്തിൽ മുഴുകി നാം നയിച്ചു തീർക്കുന്ന ഭൗതിക ജീവിതമാണ്. ഇത് കഴിയാറായി. ഇതാ പുതിയ പകൽ ഉദിക്കാറായി, സൂര്യൻ ഉദിക്കാറായി. അത് വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉദയത്തെക്കുറിച്ചാണ് പറയുന്നത്. രാത്രി കഴിയാറായി, ഇതാ പകലടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയുക. ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ തുടരുകയും അപ്പോൾ സൂര്യൻ ഉദിക്കുകയും ചെയ്താൽ നീ പിടിക്കപ്പെടും. ഇരുട്ടുള്ളത് കൊണ്ടാണ് കള്ളന് രക്ഷപ്പെടാൻ കഴിയുന്നത്. ഇരുട്ടിലായതുകൊണ്ടാണ് പാവി പിടിക്കപ്പെടാത്തത്. ഇരുട്ടിലായതുകൊണ്ടാണ് നമ്മിൽ പലരും സമൂഹത്തിന് മുമ്പിൽ യഥാർത്ഥ അവസ്ഥയിൽ വെളിപ്പെടാത്തത്. രാത്രിയുടെ ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് പലരും ഇന്നും പിടിക്കപ്പെടാതിരിക്കുന്നത്. അപ്രതീക്ഷിതമായി പകൽ വന്നാൽ, അപ്രതീക്ഷിതമായി നീതിസൂര്യനായി യേശു വെളിപ്പെട്ടാൽ, അപ്രതീക്ഷിതമായി ആ പ്രകാശം നമ്മുടെ മേൽ വന്ന് വീണാൽ നമ്മുടെ ഉള്ള അവസ്ഥ വെളിപ്പെട്ടു വരും. വെളിച്ചത്തിൽ ആർക്കും തിന്മ പ്രവർത്തിക്കാൻ ധൈര്യം കാണില്ല. ലോകം കാണും. വെളിച്ചം വരാറായി, സൂര്യൻ ഉദിക്കാറായി, നീതി സൂര്യൻ വെളിപ്പെടാൻ കാലമായി. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നു, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദക്കാരായി നടക്കുക. ജീവിതത്തിൽ മുഴുവൻ സമയവും പകലാണെന്ന് വിചാരിക്കുക. രാത്രിയിലാണ് കള്ളൻ മോഷ്ടിക്കാൻ പോകുന്നത്, രാത്രിയിലാണ് വ്യഭിചാരം ചെയ്യാൻ പോകുന്നത്, രാത്രിയിലാണ് തിന്മ പ്രവർത്തിക്കുന്നത്. അത് രാത്രിയാണെന്നും ഇരുട്ടിൻ്റെ സംരക്ഷണമുണ്ടെന്നുമുള്ള ഉറപ്പിലാണ്. പകലാരും ഈ പണിക്കൊന്നും പോകയില്ല. കാരണം ലോകം കാണും. കണ്ടുപിടിച്ചാൽ അത് നാണക്കേടാണ്, മാനക്കേടാണ്. ഇപ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, നമ്മളെല്ലാവരും മുഴു സമയവും പകലിലാണെന്ന് വിചാരിക്കുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദക്കാരായിട്ട് നടക്കുക. രാത്രിയും പകലും ഒരുപോലെയാണെന്ന് വിചാരിക്കുക. കർത്താവിൻ്റെ കണ്ണുകൾക്ക് രാത്രി കാണാൻ കഴിയും. കർത്താവിൻ്റെ കണ്ണാകുന്ന ക്യാമറയ്ക്ക് രാത്രി തെളിമയോടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും.
ഇരുട്ടിൽ നടക്കുന്ന ഒരു സംഗതിയെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ, വെളിച്ചമില്ലാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, കാണുമായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ അവൻ്റെ കണ്ണാകുന്ന ക്യാമറ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ നടക്കുന്നതും കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നു, വെളിച്ചത്തിൽ എന്നതുപോലെ. അതുകൊണ്ടാണ് പറഞ്ഞത്, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദക്കാരായി നടക്കുക. കർത്താവിൻ്റെ കണ്ണിനെ കബളിപ്പിക്കാൻ കഴിയില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായത് മുതൽ എന്നെയും നിങ്ങളെയും നല്ലവണ്ണം കണ്ടിരിക്കുന്നു ഈ കണ്ണുകൾ. കർത്താവിൻ്റെ കണ്ണിനെ ഒളിച്ച് നമുക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നത് അങ്ങനെയാണ്, കർത്താവേ, നിന്നെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിൻ്റെ കണ്ണ് എല്ലായിടത്തുമുണ്ടല്ലോ. കർത്താവേ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ ചെന്നെൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. കർത്താവെ, ഞാൻ ചിറക് ധരിച്ച്, ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് ഭൂമിയുടെ അറ്റത്ത് ചെന്ന് പറത്താൽ അവിടെയും നീയുണ്ട്. സമുദ്രങ്ങൾ അപ്പുറം ചെന്നാൽ അവിടെയും നിൻ്റെ കണ്ണെന്നെ കാണുന്നു. സങ്കീർത്തകൻ പറയുന്നു, കർത്താവേ, എൻ്റെ ഉള്ളിലെ നിരൂപണങ്ങൾ നിനക്കറിയാം. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. കർത്താവേ, എൻ്റെ മനസ്സിലെ വിചാരങ്ങളെല്ലാം നിനക്കറിയാം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നിൻ്റെ കൈ എൻ്റെ മേൽ നീ വച്ചിരിക്കുന്നു. മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതകരമാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി ബോധ്യപ്പെടുക, മുഴുവൻ സമയവും പകലാണെന്ന ബോധത്തോടെ ജീവിക്കാനാണ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദക്കാരായി നടക്കുക. വെറിക്കൂത്തുകളിലല്ല, മദ്യപാനങ്ങളിലല്ല, ശയനമോഹങ്ങളിലല്ല, ദുഷ്കാമങ്ങളിലല്ല, പിണക്കത്തിലല്ല, അസൂയയിലല്ല, മദ്യപാനത്തിലല്ല, വെറിക്കൂത്തുകളിലല്ല. പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. വിട്ടാൻ അവസരം കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ട് പാപാവസ്ഥയോട് വേർപെട്ടിരിക്കണം. എല്ലാവരോടും നീതി പുലർത്തണം. മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് ഒന്നും കൈവശപ്പെടുത്തരുത്. എപ്പോഴും നീതിബോധത്തോടെ ജീവിക്കണം. ഇത് അയൽക്കാരോടുള്ള നമ്മുടെ കടമയാണ്. അത് രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ കടമയാണ്. അത് നീതീകരണം പ്രാപിച്ചൊരു ദൈവപൈതലിൻ്റെ കടമയാണ്. യേശു ക്രിസ്തുവിൽ നീതീകരണം കണ്ടെത്തിയ ഒരു വ്യക്തി ഇങ്ങനെ ജീവിച്ചേ മതിയാകൂ. ഇത് പറഞ്ഞു വച്ചിട്ട് 8-ാമതായി അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു ചുമതല നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ബലഹീന സഹോദരങ്ങളോടുള്ള നമ്മുടെ ചുമതലയാണ്. എല്ലാ മനുഷ്യരും ബലമുള്ളവരല്ലല്ലോ, ചിലരൊക്കെ ബലഹീനരാണ്. ഈ ബലഹീനരായ സഹോദരങ്ങളോടും ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്, വിശ്വാസത്തിന് നീതീകരണം പ്രാപിച്ച ദൈവപൈതലിന്, ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച ഒരു ദൈവപൈതലിന് ചില കടമകളുണ്ട്. അതാണ് 8-ാമത്തേത്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെ തിരുവചനങ്ങളിൽ ബലഹീന വിശ്വാസികളോടുള്ള, ബലഹീന സഹോദരങ്ങളോടുള്ള നമ്മുടെ ചുമതലകളെ അപ്പോസ്തലൻ എണ്ണി പറയുന്നുണ്ട്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളണം. എല്ലാവർക്കും ഒരേ ബലമല്ല, എല്ലാവർക്കും ഒരേ തീക്ഷ്ണതയല്ല, എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടല്ല, എല്ലാവർക്കും ഒരേപോലെ ശാരീരിക ബലമില്ല, എല്ലാവർക്കും ഒരുപോലെ മാനസിക ബലമില്ല, എല്ലാവർക്കും ഒരുപോലെ വിശ്വാസത്തിൻ്റെ ബലവുമില്ല. അതുകൊണ്ട് ബലഹീന വിശ്വാസികളെ ചേർത്തുകൊള്ളണം. ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ കുഴപ്പം നമ്മുടെ അളവ് പോലെ വെച്ച് നമ്മൾ മറ്റുള്ളവരെ അളക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അളവുകോൽ വെച്ച് മറ്റൊരാളെ അളക്കാൻ ശ്രമിക്കരുത്. അയാൾക്ക് വേറെ അളവുകോലാണ്. ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. സാഹചര്യങ്ങളും സാധ്യതകളും പലതാണ്, മനോബലം പലതാണ്, നിലപാട് പലതാണ്, കാഴ്ചപ്പാട് പലതാണ്, വളർത്തപ്പെട്ട സാഹചര്യം പലതാണ്, ലഭിച്ചിരിക്കുന്ന ഉപദേശങ്ങളും അതുപോലെയാണ്. ഒരാളും തൻ്റെ അളവുകോൽ വെച്ച് മറ്റൊരാളെ അളക്കരുത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പരാജയം ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ?
നമ്മുടെ കയ്യിലൊരു അളവുകോലുണ്ട്. ഈ അളവുകോൽ വെച്ച് നമ്മൾ മറ്റുള്ളവരെ അളക്കുകയാണ്. ഞാൻ തീരുമാനിച്ചതാണ് വിശുദ്ധി, ഞാൻ കണ്ടതാണ് ജീവിതത്തിൻ്റെ നിലവാരം, അല്ലെങ്കിൽ ഞാൻ ബോധ്യപ്പെട്ടതാണ് ജീവിത വിശുദ്ധിയുടെ മാനദണ്ഡം, ഇതുപോലെ മറ്റുള്ളവരുമാകണം. ഇങ്ങനെ മറ്റുള്ളവരെ നിർബന്ധിക്കുമ്പോഴാണ് ഇവിടെ പല ആളുകളും വലിയ കുഴപ്പക്കാരായി മാറുന്നത്. ഭാര്യയുടെ കയ്യിലൊരു അളവുകോലുണ്ട്. ആ അളവുകോൽ കൊണ്ട് അവൾ ഭർത്താവിനെ അളക്കും. എന്നിട്ടവൾ ഭർത്താവിനെ ഈ അളവുകോലിൽ ഒതുക്കാൻ ശ്രമിക്കും. അയാൾക്ക് സാഹചര്യം മറ്റൊന്നാണ്, അയാളുടെ ചിന്താഗതിയും മറ്റൊന്നാണ്. ആ കുടുംബത്തിൽ ഒരു കാലത്ത് സമാധാനം ഉണ്ടാവില്ല. കാരണം ഈ ഭാര്യ തൻ്റെ അളവുകോലുമായിട്ട് ഇയാളുടെ പുറകെ നടക്കുകയാണ്. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും അയാളെ അളന്ന് നോക്കുകയാണ്. ശരിയായിട്ടില്ല, സ്വഭാവം ശരിയായിട്ടില്ല, പെരുമാറ്റം ശരിയായിട്ടില്ല, നടപ്പ് ശരിയായിട്ടില്ല, ഭക്ഷണപാനീയ രീതി ശരിയായിട്ടില്ല, ഇയാളുടെ സ്നേഹം ശരിയായിട്ടില്ല. എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക? ഇതേപോലെ ഒരു അളവുകോലുമായി ഭർത്താവ് ഭാര്യയുടെ പുറകെ നടക്കുകയാണ്. തൻ്റെ അളവുകോലിൽ ഭാര്യയെ അളന്ന് തൻ്റെ അളവിന് ഒപ്പിക്കാൻ, തലയും കാലും മുറിച്ച് ഒപ്പിക്കാൻ. എന്നിട്ട് ഭാര്യയെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണ്. നീ ശരിയല്ല, നിൻ്റെ സ്വഭാവം ശരിയല്ല, നിൻ്റെ നടപ്പ് ശരിയല്ല, നിൻ്റെ പ്രാർത്ഥന ശരിയല്ല, നിൻ്റെ ആരാധന ശരിയല്ല, നിൻ്റെ ഭക്തി ശരിയല്ല. സ്വന്തം അളവുകോലിൽ മറ്റുള്ളവരെ അളക്കാൻ ശ്രമിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും ഓരോ അളവുകോലാണ്, ഓരോരുത്തർക്കും ഓരോ കൃപയാണ്, ഓരോരുത്തർക്കും ഓരോ സാധ്യതയാണ്. അതൊന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ടാകണം. അതുകൊണ്ട് ഒരാൾ ബലവാനാണെന്ന് നനച്ച് ബലഹീനരെ താൻ വരയ്ക്കുന്ന അളവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഒരാൾ ബലഹീനനായതുകൊണ്ട് തൻ്റെ അളവുകോലിൽ ബലവാനെ അളക്കാൻ ശ്രമിക്കരുത്. മിക്കവാറും ബലവാന്മാരാണ് ബലഹീനരെ അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ അപജയമാണെന്നും അപകടമാണെന്നും തിരുത്തപ്പെടണമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവം ഒരാളെ കൈക്കൊണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ അയാൾക്ക് വേറൊരു അളവുകോലും മാനദണ്ഡവും നിർണ്ണയിക്കുന്നത്? ഓരോ മനുഷ്യൻ്റെ ബലവും ബലഹീനതയും ദൈവത്തിനറിയാം, കഴിവുകേടും കഴിവും ദൈവത്തിനറിയാം. ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ആളെ ദൈവം അംഗീകരിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കാൻ ദൈവത്തിന് മനസ്സാണെങ്കിൽ, ഇല്ല ഞാൻ വരയ്ക്കുന്ന വരയിൽ വന്നാലേ അയാളെ ദൈവം അംഗീകരിക്കുന്നുവെന്ന് പറയാൻ ഞാൻ ആരാണ്? ഞാൻ അത്ര അഹങ്കാരിയാകേണ്ട കാര്യമുണ്ടോ? ആ കാര്യമില്ല. അതൊരു ബോധ്യപ്പെടലായി മാറണം പ്രിയപ്പെട്ടവരെ. വീണ്ടും അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത്, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആര്? എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദാസനെ വിധിക്കാൻ നിനക്കെന്ത് കാര്യം? ദൈവം വിധിച്ചു കൊള്ളുമല്ലോ. നീ ദൈവത്തിൻ്റെ ദാസനെ വിധിക്കാൻ ശ്രമിച്ചാൽ നീ മറ്റൊരു ദൈവമായി സ്വയം തീർക്കുകയത്ര ചെയ്യുന്നത്. അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ യജമാനനായ കർത്താവ് നോക്കിക്കൊള്ളും. അവനെ നിർത്തുകയോ അവൻ വീഴുമ്പോൾ താങ്ങുകയോ ഇനി വീഴുമ്പോൾ വീഴാൻ അനുവദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കർത്താവാണ്. നമ്മൾ ഒരു പരിധിക്കപ്പുറം ഒരാളുടെ ജീവിതത്തിൽ കടന്നു കയറരുതെന്ന് തന്നെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ, ബലഹീന സഹോദരങ്ങളോട് കരുതലുള്ളവരായിരിക്കണം നമ്മൾ, സഹതാപമുള്ളവരായിരിക്കണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, അവർ വീഴുമ്പോൾ താങ്ങാൻ നമുക്ക് കഴിയണം. അതേസമയത്ത് അവരെ വിധിക്കാൻ നമ്മൾ പോകരുത്. ബലഹീനതയിൽ അവരെ സഹായിക്കാൻ താഴെ ഒരുപാട് കാര്യങ്ങൾ അപ്പോസ്തലൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും ഒരുപോലെ മാനിക്കുന്നു. ഓരോരുത്തരും താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. ഇങ്ങനെ അപ്പോസ്തലൻ 15-ാമത്തെ വാക്യം വരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ ആരും പരസ്പരം കുറ്റപ്പെടുത്തുന്നവരോ സ്വന്തം അളവുകോൽ കൊണ്ട് മറ്റുള്ളവരെ അളക്കുന്നവരോ ആയിത്തീരാതെ ബലഹീന സഹോദരങ്ങളെ താങ്ങുന്നവരും എല്ലാവരെയും ആയിരിക്കുന്ന അവസരം ഉൾക്കൊള്ളുന്നവരും എല്ലാവരും ദൈവമക്കളാണെന്നും എല്ലാവരും ദൈവത്തിന് പ്രിയമുള്ളവരാണെന്നും എല്ലാവരെക്കുറിച്ചും കർത്താവിന് പദ്ധതിയുണ്ടെന്നും എല്ലാവരും ദൈവസന്നിധിയിലേക്കാണ് പോകുന്നതെന്നും നനച്ചുകൊള്ളണം. ഉപവാസം എടുക്കുന്നവർ ഉപവാസം എടുക്കാത്തവരെ പരിഹസിക്കരുതെന്നാണ് പറഞ്ഞത്. ഉപവാസം എടുക്കുന്നവരെ ഉപവാസം എടുക്കാത്തവർ പരിഹസിക്കരുത് എന്നും കൂടെയാണ് പറഞ്ഞു വെച്ചത്. ഇന്ന് അങ്ങനെയല്ല. പലരും അവരുടെ യോഗ്യത പറഞ്ഞ് മറ്റുള്ളവരെ അങ്ങ് പുച്ഛിക്കുകയാണ്. ആരും ആരെയും തുച്ഛീകരിക്കേണ്ട, ആരും ആരെയും പുച്ഛിക്കേണ്ട. ഓരോരുത്തൻ്റെ കഴിവുകേടും ദൈവത്തിനറിയാം. അതുകൊണ്ട് നാം നമ്മുടെ ചുമതലകൾ നിർവഹിക്കുക, ബലഹീന സഹോദരങ്ങളെ താങ്ങുക.
ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഈ പരമ്പര അങ്ങ് പൂർത്തിയാക്കാം. 9, എല്ലാവരോടും സാമാന്യ മര്യാദ പ്രദർശിപ്പിക്കണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാവരോടും സാമാന്യ മര്യാദ പ്രകടിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അത് 15-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 16 വരെ തിരുവചനങ്ങളിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ തൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിൻ്റെ നാമത്തിന് സ്തുതി പാടും. ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പീനെന്നും പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമേ അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. ഇശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമാകയാൽ ആയവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കുമെന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് യഹൂദാമതത്തിലെ ക്രിസ്ത്യാനികൾ, യഹൂദാമതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ, ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായവരുമായി ഒരു വേർതിരിവ് ഇട്ടപ്പോൾ അപ്പോസ്തലൻ വ്യക്തമായി പറയുകയാണ്, എല്ലാവരോടും സാമാന്യ മര്യാദ പ്രകടിപ്പിക്കുക. അതൊരു കടമയാണ്, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കടമയാണ്. വേലിക്കെട്ടുകൾ തീർക്കരുത്, മതിൽക്കെട്ടുകൾ പണിയരുത്, അകലങ്ങൾ സൃഷ്ടിക്കരുത്, ആരെയും തുച്ഛീകരിക്കരുത്. നമുക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചില ഉന്നത ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ചില ആളുകളെ അങ്ങ് പുച്ഛിക്കുകയാണ്. ആരെയും തല്ല് നീക്കി നിർത്തരുത്. നമ്മൾ എല്ലാവരോടും സാമാന്യ മര്യാദയുള്ളവരായിട്ട് നമ്മൾ ഇരിക്കണം. കാരണം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ടവരാണ്. നമ്മളിവിടെ എന്തോരം വേർതിരിവുകളാണ് വച്ചിരിക്കുന്നത്, എത്ര കാറ്റഗറികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വേർതിരിവ് നമുക്ക് സഭയിൽ തന്നെ നേരിട്ട് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരേ അപ്പത്തിൻ്റെ അംശികളായി തീരുവാൻ, ഒരേ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ദൈവാലയത്തിൽ വരുന്ന ആളുകൾ അവരുടെ പൂർവിക ജാതിയുടെ പേരിൽ വേർതിരിക്കപ്പെടുന്നുണ്ട്. അവരുടെ സാമ്പത്തിക സ്റ്റാറ്റസിൻ്റെ പേരിൽ വേർതിരിക്കപ്പെടുന്നുണ്ട്. അതുമല്ലെങ്കിൽ അവരുടെ സാമൂഹിക നിലവാരത്തിൻ്റെ പേരിൽ വേർതിരിക്കപ്പെടുന്നുണ്ട്. അതുമല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും വിധത്തിലുള്ളതായ ആഢ്യത്വം നിറഞ്ഞ കുടുംബ പാരമ്പര്യത്തിൻ്റെ പേരിൽ വേർതിരിക്കപ്പെടുന്നുണ്ട്. പള്ളിയിലെ സ്ഥാനങ്ങൾ പോലും, പള്ളിയിൽ ആരാധനയ്ക്ക് നിൽക്കുന്ന ഇടങ്ങൾ പോലും ഇങ്ങനെ വേർതിരിക്കപ്പെടുന്നുണ്ട്. കുറേ പേർക്ക് കുറേ പേരോട് പുച്ഛമാണ്, വേറെ ചിലർക്ക് ചില ആളുകളോട് വെറുപ്പാണ്. ഇതൊക്കെ ഒരു സഭയിൽ ആരാധിക്കുന്നവർക്ക് ഇടയിൽ കണ്ടുവരുന്ന വികലമായ കാഴ്ചപ്പാടാണ്. ഇതൊരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വിശ്വാസത്തിന് നീതീകരണവും ക്രിസ്തുവിലുള്ള സ്ഥിരീകരണവും പ്രാപിച്ചിട്ട് ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു നിലപാട് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വെച്ചത്. നമ്മുടെ കടമയാണത്. എല്ലാവരെയും ഒരേപോലെ കാണുവാൻ, എല്ലാവരോടും സാമാന്യ മര്യാദ പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അത് കഴിയണം. ആ കഴിയുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ഒന്നാണെന്ന്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുക. പട്ടണത്തിൽ പള്ളി നടത്തിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, മട്ടുപ്പാവിലാണ് അച്ഛൻ താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാധനാനന്തരം അച്ഛൻ ഈ പള്ളിയുടെ മുകളിലെടുത്ത നിലയിൽ ചെന്ന് താഴോട്ട് നോക്കുമ്പോൾ അച്ഛൻ കാണുന്ന കാഴ്ച, ആളുകൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത? വലിയ വില കൂടിയ കാറുകളിൽ ഹൈ സ്റ്റാറ്റസിൽ വന്ന ആളുകൾ ഒരു ഗ്രൂപ്പാണ്. അവരുടെ ഗ്രൂപ്പിൽ വേറെ ആർക്കും പ്രവേശനമില്ല. അവരവരുടെ സ്റ്റാറ്റസ് അവിടെ കീപ്പ് ചെയ്യുകയാണ്. സാധാരണ നിലയിലുള്ള കാറുകളിൽ വന്നവർ വേറൊരു ഗ്രൂപ്പാണ്, അവർ വേറൊരു കാറ്റഗറിയാണ്. ഒരേ അപ്പത്തിൻ്റെ അംശികളും ഒരേ ആരാധന പങ്കിട്ടവരുമാണ്. പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പും തമ്മിലൊരു ബന്ധവുമില്ല. മൂന്നാമതൊരു കൂട്ടർ 2 വീലറുകളിൽ വന്നവരാണ്, സാധുക്കൾ, പാവങ്ങൾ. ഇനി നടന്നു വന്ന കുറേ പേര് ആർക്കും വേണ്ടാത്തവരായി വേറൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരാരാധന കഴിഞ്ഞിറങ്ങിയ ജനമാണ്. സാമാന്യ ബഹുമാനം, സാമാന്യ മര്യാദ, സമൂഹത്തിലെല്ലാവരും, സഭയിലെല്ലാവരും ഒന്നാണെന്ന് കാണുവാനുള്ളൊരു മനസ്സ്, എല്ലാവരെയും ഒരേ അപ്പത്തിൻ്റെ അംശികളെന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ഒന്നായി കാണുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തിന് മാനം കൽപ്പിക്കേണ്ടത്. ഈ ചിന്തകളെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ കടമകളായി അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നവയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ലോകത്തിന് മുമ്പിലും കർത്താവിന് മുമ്പിൽ അടയാളപ്പെടുത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ അവിടുത്തെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് വളരെ വ്യക്തമായും വളരെ കൃത്യമായും കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ.
കേൾപ്പിച്ച സന്ദേശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അയൽക്കാരോട് ഒന്നും കടംപെട്ടിരിക്കരുതെന്ന് ഇന്ന് ഞങ്ങളെ പ്രബോധിപ്പിച്ചല്ലോ. വീണ്ടും കർത്താവെ, ബലഹീന സഹോദരങ്ങളോട് ഞങ്ങൾ അനുകമ്പയായിരിക്കണമെന്ന്, ആരെയും ഞങ്ങളുടെ അളവുകോൽ കൊണ്ട് അളക്കരുതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. എല്ലാവരോടും സാമാന്യ മര്യാദ കാണിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഈ കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയങ്ങളിലൂടെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അടയാളപ്പെടുത്തുവാൻ, കർത്താവെ, സാക്ഷ്യപൂർണ്ണമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരം ഞങ്ങളെ താങ്ങണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.